ഡാവോ അഥവാ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി വന്നത് മൂലം ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഡാവോസ് പ്രവർത്തിക്കുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ്. ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഒരിക്കൽ എഴുതിയാൽ പിന്നെ അത് മാറ്റാൻ സാധിക്കില്ല. ഒരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള റൂൾസ്, പാരാമീറ്റേഴ്സ് ഒക്കെ ആ സ്മാർട്ട് കോൺട്രാക്റ്റിൽ അടങ്ങിയിരിക്കും. ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയിനിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ എല്ലാ രീതിയിലും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. മാത്രമല്ല, ഒരു സെൻട്രൽ ഗവേണിംഗ് ബോഡി അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. എങ്ങനെയാണ് ഡാവോ എന്ന കോൺസെപ്റ്റ് വന്നത്? അതിനൊരു കഥയുണ്ട്. അതാണ് നമ്മൾ ഈ ബാങ്ക്ലെസ് മലയാളം വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. 2016 മെയ് മാസം തുടക്കത്തിൽ ഇത്തേറിയം കമ്മ്യൂണിറ്റിയിലെ ചില വ്യക്തികൾ ദ ഡാവോ എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ഇപ്പോഴുള്ള അനേകം ഡാവോകൾക്ക് ഏറ്റവും ആദ്യത്തെ രൂപമായിരുന്നു ദ ഡാവോ എന്ന് പറയുന്നത്. ഇത്തേറിയം ബ്ലോക്ക് ചെയിൻ സ്മാർട്ട് കോൺട്രാക്റ്റിലായിരുന്നു അത് എഴുതപ്പെട്ടത്. അതിൻ്റെ കോഡിംഗ് കാര്യങ്ങളൊക്കെ സ്ലോക്ക് വഴിയാണ് ഡെവലപ്പ് ചെയ്തത്. ദ ഡാവോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഒരു യുണീക്ക് വാലറ്റ് അഡ്രസ്സിലേക്ക് ഇത്തേറിയം, അതായത് ഈതർ, സെൻഡ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇത്തീര്യത്തിന് അനുവാദികമായിട്ട് 1 തൊട്ട് 100 വരെയുള്ള സ്കെയിലിൽ ഡാവോ ടോക്കൺസ് ഈ ഒരു കോൺട്രിബ്യൂഷൻ പകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഈ ഒരു ഡാവോ ക്രിയേഷൻ പീരീഡ് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. 12.7 മില്യൺ ഈതർ, അതായത് അന്നത്തെ $150 മില്യൺ അവർക്ക് നേടാൻ സാധിച്ചു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ക്രൗഡ് ഫണ്ടിങ് ആയിട്ട് ഇത് മാറുകയും ചെയ്തു. ഈതറിന് $20 ഉള്ളപ്പോൾ ആ സമയത്ത് ദ ഡാവോയുടെ ടോട്ടൽ ഈതർ വർത്ത് $250 മില്യൺ ആയിരുന്നു. ദ ഡാവോയുടെ കോർ ആശയം എന്തെന്നാൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ഐഡിയകൾ ഡാവോയിൽ കമ്മ്യൂണിറ്റിയിൽ പിച്ച് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ഫണ്ടിങ് ഡാവോ നൽകും. ഡാവോ ടോക്കൺസുള്ള ആർക്കും ഈ ഐഡിയ പ്രപ്പോസലിന് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. അവർക്ക് ഈ പ്രൊജക്റ്റ് സക്സസ് ആയാൽ ഈ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റിൽ നിന്നും ഒരു റിവാർഡ് ഇത് വോട്ട് ചെയ്ത ആൾക്കാർക്കും ലഭിക്കുന്നു. ഇതൊരു വളരെ പുതുമയാർന്നതും ഇന്നോവേറ്റീവായിട്ടുള്ള ആശയമായിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നീട് ഇത് ഡാവോയ്ക്ക് എന്ത് സംഭവിച്ചു? ജൂൺ 17, 2014 ഒരു ഹാക്കർക്ക് ദ ഡാവോയുടെ കോഡിങ്ങിൽ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുവഴി അതിലെ ഫണ്ട് ഡ്രെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഈ അറ്റാക്ക് ഉണ്ടാകുന്ന കുറച്ച് മണിക്കൂറിൽ തന്നെ $3.6 മില്യൺ കളവ് ചെയ്യപ്പെട്ടു. അന്നത്തെ ഏതാണ്ട് $70 മില്യൺ. ഈ ഒരു വലിയ ഡാമേജ് കിട്ടിയതിന് ശേഷമാണ് ആ ഒരു ഹാക്കർ പിൻവാങ്ങിയിട്ടുള്ളത്. ദ ഡാവോ ഉണ്ടാക്കിയ കോഡിങ്ങിൽ വന്ന ചില അപാകതകളാണ് ഈ ഒരു ഹാക്കിങ്ങിന് കാരണമായത്. ഇത്തേറിയം കമ്മ്യൂണിറ്റിയും അതുപോലെ ടീമും പെട്ടെന്ന് തന്നെ ഈ സാഹചര്യം മനസ്സിലാക്കി പല പ്രപ്പോസലും ഈ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നഷ്ടപ്പെട്ട ഫണ്ടിന് അനുപാതകമായിട്ട് ഒരു ഈത്തിന് 100 ഡാവോ ടോക്കൺ എന്നീ നിലയിൽ നൽകപ്പെട്ടു. പെട്ടെന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് ഇത് നടന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു അറ്റാക്ക് ദ ഡാവോ എന്ന കമ്മ്യൂണിറ്റിയുടെ തകർച്ചയ്ക്കാണ് കാരണമായത്. പലരും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്തു. മാത്രമല്ല, 2016 സെപ്റ്റംബർ 5 പോളിനിക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഈ ഡാവോ ടോക്കൺ ഡീലിസ്റ്റ് ചെയ്തു. ഡീലിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഡാവോ ടോക്കൺ എന്ന് പറയുന്ന ടോക്കൺ ഇവരുടെ എക്സ്ചേഞ്ചിൽ നിന്ന് ഒഴിവാക്കി. ഇതുപോലെ തന്നെ ക്രേക്കൻ എന്ന എക്സ്ചേഞ്ചും സമാനമായി ഡിസംബർ 16 ഡാവോ ടോക്കൺ ഡീലിസ്റ്റ് ചെയ്തു. മാത്രമല്ല, അന്നത്തെ US ലോസ് പ്രകാരം ഡാവോ ടോക്കൺസ് വെർച്വലി വിറ്റുവരവ് നടത്തുന്നത് കൊണ്ട് തന്നെ അത് സെക്യൂരിറ്റി ആണെന്നും അതിനെ ഫെഡറൽ സെക്യൂരിറ്റി ലോയിൽ ഉൾപ്പെടുത്തണമെന്നും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, അതായത് SEC പ്രഖ്യാപിക്കുകയുണ്ടായി. SECയുടെ റൂൾ പ്രകാരം ദ ഡാവോ എന്ന ഓർഗനൈസേഷൻ ഫെഡറൽ സെക്യൂരിറ്റി ലോ വയലേറ്റ് ചെയ്തു. ഇത് ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ ബാധിച്ചു. ഇത് ഡാവോ ടോക്കൺസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെയും ഒരുപോലെ ബാധിച്ചു. ഒരു വലിയൊരു സാധ്യതയ്ക്കുള്ള തുടക്കമായിരുന്നു ദ ഡാവോ എന്ന കമ്മ്യൂണിറ്റി. ദ ഡാവോ ഇല്ലാണ്ടായെങ്കിലും ഇന്നും അതിൻ്റെ ഇമ്പാക്റ്റ് പല ഡാവോ കോൺസെപ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ ഡാവോയുടെ കോൺസെപ്റ്റ് പല രീതിയിൽ റെഫറൻസായി എടുത്താണ് ഇന്നും പുതിയ ഡാവോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ചില ഡാവോസ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ബാങ്ക്ലെസ് ഡാവോ പറയാൻ പറ്റും, മെറിൽ സർക്കിൾ ഉണ്ട്, ഡെവലപ്പർ ഡാവോ ഉണ്ട്, മൂൺ ഡാവോ ഉണ്ട്, സിറ്റി ഡാവോ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡാവോസ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ഡാവോ നിലവിൽ അവൈലബിൾ ആണ്. ഇതിനെല്ലാം തുടക്കം എവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ദ ഡാവോ എന്ന് പറയുന്ന ആദ്യത്തെ ഡാവോ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.